നമ്മളിന്ന് വന്നിരിക്കുന്നത് J2021 ചോദിച്ചിരിക്കുന്ന ഒരു അടിപൊളി ചോദ്യവുമായിട്ടാണ്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Okay, for the given circuit, the current I through the battery when the key is in closed and the steady state has been reached is yes. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഈ സർക്യൂട്ടിലെ കീ നമ്മൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ കറണ്ട് സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ സർക്യൂട്ടിലെ അല്ലേ കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി സ്റ്റേറ്റിലെ ടോട്ടൽ ഇമ്പിഡൻസ് എത്രയാണെന്ന് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഏതൊക്കെ എലമെൻറ്റുകളാണ് നമ്മുടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഒരു ഇൻഡക്ടർ ഉണ്ട് അല്ലേ, ഇൻഡക്ടർ, 2 ഇൻഡക്ടേഴ്സ് ഉണ്ട്, പിന്നെ ബാക്കി എല്ലാം എന്താണ്, റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഡക്ടർ ആ കറണ്ടിന് ഒരു ഒപ്പോസിഷൻ കൊടുക്കുക. സർക്യൂട്ടിലെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇൻഡക്ടർ ആ കറണ്ടിന് എന്ത് ചെയ്യുന്നില്ല, ഒപ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഡക്ടർ കൊടുക്കുന്ന റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻഡക്ടർ വിൽ ജസ്റ്റ് ബിഹേവ് ലൈക്ക് എ ഷോർട്ട് വയർ അല്ലേ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യില്ല. സോ നമ്മൾ റെസിസ്റ്റർ 2 ഓമിനെ വരയ്ക്കുന്നു, ഇൻഡക്ടറിന് പകരം ഷോർട്ട് വരയ്ക്കുന്നു. നെക്സ്റ്റ് ഈസ് അഗെയിൻ എ 3 ഓം, സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. ഇൻഡക്ടറിന് പകരം ഷോർട്ട് വരയ്ക്കുന്നു. 3 ഓം റെസിസ്റ്റർ ഈസ് കണക്റ്റഡ്. അഗെയിൻ there is a 3 ഓം റെസിസ്റ്റർ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കേ, നമുക്ക് ഈ സർക്യൂട്ടിൽ 3 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ 3 ഓം റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഫ് n ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് R/n. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 3 ആണ്. അപ്പോൾ 3/3 1. അപ്പോൾ സർക്യൂട്ട് നമുക്ക് അഗെയിൻ ഇങ്ങനെ റീഡ്രോ ചെയ്യാം. 2 ഓം, 1 ഓം ആൻഡ് 30 വോൾട്ട് സപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലെ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 2 ഓമും 1 ഓമും സീരീസ് ആണ്. സോ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് 2 + 1 3 ഓം. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = V/R. V ഈസ് 30, 30/3 10 ആംപിയർ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം 10 ആംപിയർ എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി.